വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ വരുന്നത് ഒരു ആമസോൺ ജ്വല്ലറി ഹോളാണ്. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പ് ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കൊക്കെ താഴെ കൊടുത്തുകൊണ്ട് സൈഡിൽ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ഇന്ന് ഞാൻ കുറേ ജ്വല്ലറീസ് കാണിച്ചു തരുന്നുണ്ട്. ഏറ്റവും ഫസ്റ്റ് വരുന്നത് യൂബെല്ല എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ പേള് വെച്ചിട്ടുള്ള ജുംക്കിയാട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജുംക്കിയാണ്. ഓണത്തിനൊക്കെ ഇത് അടിപൊളിയാട്ടോ. ഇവിടെ ഇങ്ങനെ പേള് വെച്ചിട്ടുണ്ട്, ഇവിടെയുണ്ട്. ഗോൾഡൻ ഇയറിങ്സ് ആണ്. ഇതിൻ്റെ ഓപ്പണിങ് ഇങ്ങനെ കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജുംക്ക കേട്ടോ. അപ്പോൾ ഇത് യൂബെല്ല എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ്. ഞാനിത് പർച്ചേസ് ചെയ്തത് 299 റുപ്പീസാണ്. എനിക്കാണെങ്കിൽ ഇങ്ങനെ ഗോൾഡിൽ പേള് വരുന്ന ജ്വല്ലറീസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ ആ മോഡൽ നെക്ലസ്, ഇയറിങ്സ്, ബാംഗിൾസ് ഒക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ മുന്നത്തെ ഹോൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് പർച്ചേസ് ചെയ്ത് 299 റുപ്പീസിനാണ്. അടുത്തത് ഒരു ഗോൾഡൻ ജുംക്കയാണ്. സിനേമി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആട്ടോ. ഇവിടെ ആണെങ്കിൽ ബ്ലാക്ക് സ്റ്റോൺസ് ആണ്. പിന്നെ ഇതിൻ്റെ കളർ ചേഞ്ചസ് അവൈലബിൾ ആട്ടോ. ഇത് ഗോൾഡൻ ആണ്. പിന്നെ ഇതിൻ്റെ സിൽവറിൽ സ്റ്റോൺസ് വരുന്നതും അവൈലബിൾ ആണ്. കുറേ കളർ ചേഞ്ചസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതും ഓണത്തിന് അടിപൊളിയായിരിക്കും. ഞാനിത് പർച്ചേസ് ചെയ്തത് 284 റുപ്പീസിനാണ്. നെക്സ്റ്റ് വരുന്നത് പേള് വെച്ചിട്ടുള്ള ബാംഗിൾസ് ആണ്. എനിക്ക് ഇങ്ങനത്തെ മോഡൽ ബാംഗിൾസ് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇത് സുഖി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ്. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ബ്രാൻഡാട്ടോ. ഇത് നല്ല കളക്ഷൻസ് ഉണ്ട് ഇവർക്ക്. പിന്നെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാട്ടോ. ഞാൻ മുന്നേ ഈ ഒരു ബ്രാൻഡിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇതിൻ്റെ വേറെ ഒരു മോഡൽ ഞാൻ മേടിച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. സോ ഇതാണെങ്കിൽ ഗോൾഡൻ ബാംഗിൾ, പിന്നെ അതിൽ ബ്ലാക്ക് മുത്തുകളാണ്. പിന്നെ മുത്തിൻ്റെ അറ്റത്തൊക്കെ ഇങ്ങനെ ഗോൾഡൻ, കുഞ്ഞ് ഗോൾഡൻ മുത്തുകൾ ഉണ്ട് കേട്ടോ. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. അപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ സെറ്റാണ്. ഞാനത് പർച്ചേസ് ചെയ്ത് 275 റുപ്പീസിനാണ്. ഇത് ഓണത്തിനൊക്കെ അടിപൊളിയാണ്. ആൻഡ് ഇത് നമുക്ക് ഇങ്ങനെ ഇടാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ബ്ലാക്ക് വെൽവെറ്റ് ബാംഗിൾസ് പെയർ ചെയ്തിട്ട് ഇടാം കേട്ടോ. രണ്ടറ്റത്തും ഈ രണ്ട് ബാംഗിൾസ്, പിന്നെ നടുക്ക് ബ്ലാക്ക് വെൽവെറ്റ് ബാംഗിൾസ്, അങ്ങനെ പെയർ ചെയ്താൽ നല്ല ഭംഗിയുണ്ടായിരിക്കും കേട്ടോ. അടുത്തതും സുഖിയുടെ ആണ്. ഇത് റെഡ് ബീഡ്സ് വരുന്ന ബാംഗിൾസ് ആട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീഡ്സ് ആട്ടോ ഇത്. ഈ ഓരോ ബീഡ്സിൻ്റെ കട്ടിങ് നല്ല ഭംഗിയായിട്ടുള്ള കട്ടിങ് ആട്ടോ. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഗോൾഡൻ ബാംഗിൾസ് ആണ്. പിന്നെ ഞാൻ ഇത് മേടിച്ചിട്ടുള്ള നേരത്തെ കാണിച്ച ബാംഗിളും ഇതും പർച്ചേസ് ചെയ്ത് 2.4 സൈസിലാട്ടോ. എനിക്ക് കറക്റ്റാണ്. ഇത് നമുക്കിങ്ങനെ പെയർ ചെയ്യാം, അല്ലെങ്കിൽ ഇത് രണ്ടും അറ്റത്തിടുക. എൻ്റെ നടുക്ക് ഈ ഒരു റെഡ് കളർ വരുന്ന വെൽവെറ്റ് ബാംഗിൾസും കൂടെ ഇടുക. അടിപൊളിയായിരിക്കും കേട്ടോ. ആൻഡ് ഞാനിത് പർച്ചേസ് ചെയ്തത് 259 റുപ്പീസിനാണ്. നെക്സ്റ്റ് വരുന്നത് സാവേരി പേൾസിൻ്റെ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടി വെയർ ഇയറിങ്സ് ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റോൺസ് ആട്ടോ. ഈ സ്റ്റോൺസ് ആണെങ്കിൽ മൾട്ടി കളർ ആയിട്ടുള്ള സ്റ്റോൺസ് ആണ്. നല്ല തിളക്കമുണ്ട് കേട്ടോ. പല കളറിൽ ഇങ്ങനെ തിളങ്ങുന്നുണ്ട്. മൾട്ടി കളറാട്ടോ. ആൻഡ് ഇത് സാവേരി പേൾസിൻ്റെ ആണ്. ഞാനിത് പർച്ചേസ് ചെയ്തത് 299 റുപ്പീസിനാണ്. സോ പാർട്ടി വെയറിന് ഇടാൻ പറ്റിയൊരു അടിപൊളി ഇയറിങ്സ് ആണിത്. അടുത്തതും ഒരു പാർട്ടി വെയർ ഇയറിങ്സ് ആണ്. ഗോൾഡൻ ഇയറിങ്സ് ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇയറിങ്സ് ആട്ടോ. ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ സ്റ്റോൺസ് വരുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ കേർവ്ഡ് ആയിട്ടാട്ടോ. ഞാൻ സൈഡിൽ നിന്ന് നോക്കിയാൽ കാണാം. ഈ ഒരു ഭാഗം ഇങ്ങനെ കുറച്ച് കേർവ്ഡ് ആയിട്ടാണ്. താഴെ ചെയിന്, പിന്നെ അറ്റത്ത് ഇങ്ങനെ. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം കേട്ടോ. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഇയറിങ്സ് ആണ്. പാർട്ടി വെയറിനൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നെ ഇതിൻ്റെ സിൽവർ കളറും അവൈലബിൾ ആണ്. ഇത് ഷൈനിങ് ഡീവ ഫാഷൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ്. ഞാനിത് പർച്ചേസ് ചെയ്തത് 299 റുപ്പീസിനാണ്. നെക്സ്റ്റ് വരുന്നത് ഒരു ജ്വല്ലറി സെറ്റാണ് സാവേരി പേൾസിൻ്റെ. ആദ്യം നെക്ലസ് കാണിച്ചു തരാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ലസ് ആട്ടോ. ഈ ഗൗണൊക്കെ ഇടുമ്പം, പാർട്ടി വെയർ ആയിട്ടുള്ള ഗൗണൊക്കെ ഇടുമ്പം അതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റിയതാണിത്. അടിപൊളിയായിരിക്കും. ഈ ഒരു മോഡൽ നെക്ലസിനൊരു നെയിം ഉണ്ടായിരുന്നു, എനിക്ക് കൃത്യം ഓർമ്മയില്ല. ഇവിടെ ഇങ്ങനെ 3 സ്റ്റോൺസ് ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് ഇയറിങ്സ്, റോസ് ഗോൾഡ് ജ്വല്ലറി സെറ്റാട്ടോ. പിന്നെ റിങ് അഡ്ജസ്റ്റബിൾ ആണ്.
സോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജ്വല്ലറി സെറ്റാണ്. പാർട്ടി വെയറിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ ജ്വല്ലറി സെറ്റാട്ടോ. ആൻഡ് പിന്നെ നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള ഗൗണൊക്കെ ഇടുമ്പം ഇങ്ങനത്തെ ഈ ഒരു ജ്വല്ലറി ഇട്ട് അടിപൊളിയായിരിക്കും കേട്ടോ. ആൻഡ് ഞാനിത് പർച്ചേസ് ചെയ്ത് 455 റുപ്പീസിനാണ്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഇയറിങ്സ് ആണ്. ഞാൻ ഓർഡർ ചെയ്ത വേറൊരു മോഡലാട്ടോ, പക്ഷേ എനിക്ക് വന്നത് ഇതാണ്. ഞാനത് റിട്ടേൺ ചെയ്തില്ല കേട്ടോ. ഇതൊരു വെറൈറ്റി മോഡൽ ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ, കാരണം ഇവിടെ കണ്ടോ. അപ്പോൾ ഞാനത് റിട്ടേൺ ചെയ്തില്ല, എക്സ്ചേഞ്ച് ചെയ്യായിരുന്നു. പക്ഷേ ഞാൻ ഓർഡർ ചെയ്തത് കുറച്ച് കോമൺ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഇയറിങ്സ് ആട്ടോ. ഇങ്ങനത്തെ സെയിം കളറിൽ ഗോൾഡൻ ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ഇയറിങ്സ്. പക്ഷേ ഇത് ഒരു വെറൈറ്റി ആയതുകൊണ്ട് ഞാൻ എക്സ്ചേഞ്ചിന് കൊടുത്തിട്ടില്ല. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇയറിങ്സ് ആട്ടോ. അത് ഇവിടെ ഇങ്ങനെ ഹുക്കാണ് വരുന്നത്. എത്നിക് ഔട്ട്ഫിറ്റിൻ്റെ കൂടെ ഇത് സ്റ്റൈൽ ചെയ്ത് അടിപൊളിയായിരിക്കും. വരുന്നത് ഈ ഒരു ബാംഗിൾസ് ആണ്, പേളിൻ്റെ ബാംഗിൾസ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് സ്റ്റോൺസ് ഉണ്ട്, 2 കളർ സ്റ്റോൺസ് ഉണ്ട്. ഗോൾഡൻ ബാംഗിൾസ് ആട്ടോ. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാംഗിൾസ് ആണ്. ഞാൻ മേടിച്ച സൈസ് 2.4 ആണ്, എനിക്ക് കറക്റ്റ് ആണ്. ഇത് സിനേമി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ്. ഞാൻ അത് പർച്ചേസ് ചെയ്ത് 265 റുപ്പീസിനാണ്. നെക്സ്റ്റ് വരുന്നത് നെക്ലസ് സെറ്റാണ്. ഇതാണ് നെക്ലസ്, ഗോൾഡൻ നെക്ലസ്. അതിലിങ്ങനെ പേൾസ് ഉണ്ട്. ഇത് നമുക്ക് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ആൻഡ് ഇയറിങ്സ്, ഇതാണ് ഇയറിങ്സ്. ഇത് ഓണത്തിനൊക്കെ സ്റ്റൈൽ ചെയ്യാൻ അടിപൊളിയാട്ടോ. പിന്നെ ഇത് സിനേമി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ്. ഞാനത് പർച്ചേസ് ചെയ്തത് 313 റുപ്പീസിനാണ്, 313. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇയറിങ്സ് ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആട്ടോ. ഇത് ഐ ജുവൽസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ്. അവർക്ക് നല്ല ഇയറിങ്സിൻ്റെ കളക്ഷൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനത് പർച്ചേസ് ചെയ്ത് 199 റുപ്പീസിനാണ്. ഏകദേശം ആ ഒരു റേറ്റിൽ നല്ല ഇയറിങ്സ് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ മുന്നേ എൻ്റെ ഹോൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഐ ജുവൽസിൻ്റെ ഇയറിങ്സ്. ഇത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആട്ടോ. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. അപ്പോൾ ഒരു ഗോൾഡൻ ഇയറിംഗ് ആണ്. ഞാനത് പർച്ചേസ് ചെയ്ത് 199 റുപ്പീസിനാണ്. നെക്സ്റ്റ് വരുന്നത് ഒരു നെക്ലസ് സെറ്റാണ്. ഇതാണ് നെക്ലസ്. ഈ ഒരു മോഡൽ നെക്ലസ് എൻ്റെ കയ്യിൽ മുന്നേ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ കുറേ വട്ടം യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഈ ഒരു ഗോൾഡൻ സംഭവമില്ലേ, അതിൻ്റെ കളറ് ഫെയ്ഡായി തുടങ്ങി. അപ്പോൾ ഈ ഒരു മോഡൽ നെക്ലസ് ആണ് പല ഔട്ട്ഫിറ്റിൻ്റെ കൂടെ എനിക്ക് മാച്ച് ആവുമായിരുന്നു. അപ്പോൾ ഞാനിതിൻ്റെ ഒന്നും കൂടെ പർച്ചേസ് ചെയ്തതാണ്. മുന്നേ ഉള്ളത് കളറ് ഞാൻ പറഞ്ഞില്ലേ, ഈ ഗോൾഡൻ കളർ ചെറുതായിട്ട് ഫെയ്ഡായി ഇങ്ങനെ കുറച്ച് ഡാർക്കായിട്ട് വന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇയറിങ്സ് ഉണ്ട്. ഒരു ഇയറിങ്ങിൻ്റെ ഈ ഒരു ഭാഗം ചെറുതായിട്ട് ഡാർക്കാട്ടോ. പക്ഷെ ഞാൻ മിക്കതും ഈ ഒരു ഇയറിങ്സ് ഇടത്തില്ല, വേറെ ഒരു മോഡൽ ഇടാൻ ചാൻസ് ഉള്ളൂ. ഇതാണെങ്കിൽ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അതിൻ്റെ വേറെ കുറേ കളേഴ്സ് അവൈലബിൾ ആണ്. ഈ ബ്ലാക്ക് പിന്നെ ഈ മുത്തിൻ്റെ കളറാട്ടോ മാറുന്നത്. ബ്ലാക്ക് വൈറ്റൊക്കെ പല എത്നിക് ഔട്ട്ഫിറ്റിൻ്റെ കൂടെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ വേറെ കുറേ കളേഴ്സ് അവൈലബിൾ ആട്ടോ. ആൻഡ് ഞാനത് പർച്ചേസ് ചെയ്തത് 180 റുപ്പീസിനാണ്. ഇത് ജുവൽ ഗാലക്സി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ്. മുന്നേ സെയിം മേടിച്ചത് ഈ ഒരു ബ്രാൻഡിൻ്റെ ആണോ എന്ന് ഓർമ്മയില്ല. അപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്ത് 180 റുപ്പീസിനാണ്. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഇടുമ്പോൾ കുഴപ്പമില്ല, നമ്മൾ കുറേ വട്ടം യൂസ് ചെയ്ത് കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് ഡാർക്കായിട്ട് വരും. അത് മാത്രമാട്ടോ ഇഷ്യൂ ഉള്ളത്. സോ അതാണ് നമ്മുടെ ഹോൾ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാൻ കാണിച്ച എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സോ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.